ക്വസ്റ്റ്യൻ. കേരളത്തിൽ ഒരു വാഹനം കെട്ടിവലിക്കുമ്പോൾ കേരളത്തിൽ ഒരു വാഹനം കെട്ടിവലിച്ചു കൊണ്ടുപോകുമ്പോൾ പരമാവധി അനുവദനീയമായ വേഗത, അതായത് കെട്ടിവലിക്കുന്ന വാഹനത്തിന്റെ വേഗത എത്രയാവണം? 25 കിലോമീറ്റർ ആണ് പരമാവധി ഇതിന്റെ വേഗത. എന്നാൽ ഇതിൽ എന്ത് ചെയ്തില്ല, 25 ഇല്ലാത്തത് കൊണ്ട് ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്തു. രണ്ടാമത്തത് CRDI യുടെ പൂർണ്ണ രൂപം എന്താണ്? CRDയുടെ പൂർണ്ണ രൂപം നമുക്ക് നോക്കാം. CRDയുടെ പൂർണ്ണ രൂപം കോമൺ റെയിൽ ഡയറക്റ്റ് ഇഞ്ചക്ടർ. അതായത് ഇതൊരു ഫ്യൂവൽ സിസ്റ്റമാണ്. ഫ്യൂവൽ സപ്ലൈ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ള സിസ്റ്റമാണിത്. അതായത് ഇൻക്രീസിംഗ് നമ്പർ ഓഫ് മോഡേൺ ഡീസൽ എഞ്ചിൻ എംപ്ലോയിഡ് കോമൺ റെയിൽ ഡയറക്റ്റ് ഇഞ്ചക്ഷൻ. അതായത് അകത്തേക്ക് എന്ത് ചെയ്യുന്നു, ഇഞ്ചക്ട് ചെയ്യുന്നതാണ്. അടുത്ത ക്വസ്റ്റ്യൻ, അന്നേരം അത് കോമൺ റെയിൽ ഡയറക്റ്റ് ഇഞ്ചക്ഷൻ. മൂന്നാമത്തത് ഫോർ സ്ട്രോക്ക് എഞ്ചിനുകളിൽ വായു അകത്തേക്ക് എടുക്കുന്ന സ്ട്രോക്ക് ഏതാണ്? സെക്ഷൻ ആണ് അകത്തേക്ക് എടുക്കുന്നത്. സെയിം ഫോർ സ്ട്രോക്ക് എഞ്ചിനിൽ ഏത് വാൽവിനാണ് കൂടുതൽ വലിപ്പം കൂടിയ വാൽവ് ഏതാണ്? ഇൻലെറ്റ് വാൽവിനാണ് വലിപ്പം കൂടുതൽ. അടുത്തത് മോട്ടോർ വാഹന നിയമപ്രകാരം MBD ആക്ട് പ്രകാരം താഴെ പറയുന്നവയിൽ ഏത് തരം വാഹനത്തിനാണ് പെർമിറ്റ് ആവശ്യമില്ലാത്തത്? പെർമിറ്റ് വേണ്ടാത്ത വാഹനം ഏതാണ്? ലോറി പെർമിറ്റ് വേണം, ബസ് പെർമിറ്റ് വേണം, ഓട്ടോറിക്ഷയ്ക്ക് പെർമിറ്റ് വേണം. പെർമിറ്റ് വേണ്ടാത്തത് 3000 കിലോഗ്രാമിൽ താഴെ ഗ്രോസ് വെയിറ്റ് ഉള്ള എല്ലാ ഗുഡ്സ് വാഹനങ്ങൾക്കും പെർമിറ്റ് ആവശ്യമില്ല. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ കാണിച്ചിരിക്കുന്ന ചിഹ്നം എന്തിനെ സൂചിപ്പിച്ചിരിക്കുന്നു? നമ്മൾ വണ്ടി എടുക്കുന്ന സമയത്ത് ഇത് കത്തി നിൽക്കുന്ന കാണാം. ഇത് എഞ്ചിന്റെ താപനില ഇൻഡിക്കേറ്റർ ആണ്. എഞ്ചിന്റെ താപനിലയുമായി ബന്ധപ്പെട്ട ഇൻഡിക്കേറ്റർ ആണ് ഇത്. അടുത്തത് ബ്രേക്ക് ഫെയ്ഡ് ആവുക എന്നത് എന്താണ്? ബ്രേക്ക് സിസ്റ്റത്തിന് സംഭവിക്കുന്ന തകരാറാണ് ഇത്. അടുത്തത് ഇന്റർകൂളർ എന്തിന്റെ പാർട്സ് ആണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എഞ്ചിൻ എയർ ഇൻടേക്ക് സിസ്റ്റത്തിന്റെ ഭാഗമായിട്ടാണ് ഇത് വരുന്നത്. അടുത്തത് എഞ്ചിൻ ഓയിൽ. അടുത്ത ക്വസ്റ്റ്യൻ, എഞ്ചിൻ ഓയിൽ അളന്നു നോക്കുന്ന ഉപകരണം. സാധാരണ എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്യുന്ന ഉപകരണം ടിപ്സ്റ്റിക് ആണ്. അളന്നു നോക്കുന്ന ഉപകരണം എന്നത് എഴുതിയത് കൊണ്ടാണ് ക്വസ്റ്റ്യൻ ക്യാൻസൽ ആണ്. ഇങ്ങനെ എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്യുന്നത് ടിപ്സ്റ്റിക് ആണ്. ഹെവി വാഹനം എന്നാൽ എന്ത്? നമുക്കറിയാം 12,000 കിലോയ്ക്ക് മുകളിലുള്ള